നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്തിനാ എന്റെ പുറകെ വരുന്നേ? വീട് നിറച്ച ആളുണ്ട്. ആ എങ്കി നമുക്ക് ആരുമില്ലാത്ത എവിടേക്കെങ്കിലും പോയാലോ? അതാണോ ഞാൻ പറഞ്ഞേ? മുറിയിൽ എങ്ങാനൊന്ന് പോയിരിക്കോ, എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്. ആ ഞാനേ ഇവിടെ ഇരിക്കാം. താൻ ജോലി ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്നെ തല്ലാനാണോ? തല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്നേഹത്തോടെ തല്ലണം. ഞാൻ മാറാലടിക്കാൻ പോവാ. ഇവിടെ തന്നെ ഇരുന്നോണം. ഞാൻ പോയി മാറാലടിച്ചിട്ട് വരാം. ഞാനും വരും. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇങ്ങോട്ട് വന്നു. എനിക്ക് പോന്നോന്നുണ്ട്. എന്നാ ഞാൻ പോവാ. മാറി. താൻ പോവില്ല. എന്റെ അടുത്തുനിന്ന് താൻ പോവില്ല. അതെനിക്ക് ഉറപ്പാ. മാറല്ല, തലയിലൊക്കെ ആവും. ആയിക്കോട്ടെ. അഴുക്കാണ്. അത് താൻ എടുത്ത് കളഞ്ഞാ മതി. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇന്നെന്തോ തീരുമാനിച്ചർപ്പിച്ചോന്ന് തോന്നുന്നു. എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങുമല്ലേ? തന്നെ ആരും ഒന്നും ചെയ്യില്ല. എന്നോട് തന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുക തനിക്ക് കാവലിരിക്കാൻ. പിന്നെ ഭഗവാൻ അതല്ലേ പരിപാടി. കൃത്യമായിട്ട് കാര്യം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളും. അതിനെ സ്റ്റൂള് മുറിയുടെ നടുവിലൊക്കെ മാറാലടിക്കണ്ടേ? എടോ അതിന് സ്റ്റൂളൊന്നും വേണമെന്നില്ല. അല്ലാതെ തന്നെ എന്റെ പെണ്ണിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ എനിക്ക് പറ്റും. നിർത്തില്ല. തനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്തോ, എന്നിട്ട് താഴെ നിർത്താം. ഇല്ല. ചെയ്തോ. എന്താ ഇവിടെ? എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? അത്
അത് ഞാൻ മാറാല അടിച്ചോണ്ട് നിന്നപ്പോ ദേ ഇതിന്റെ പുറത്തുനിന്ന് ഞാൻ കാല് തെറ്റി വീണു. അപ്പൊ വരുണ് ഓടി വന്നെന്നെ പിടിച്ചപ്പോ പെട്ടെന്ന് ഞാൻ കാല് തന്നെ ഉടനെ വരുണുണ്ടല്ലേ? ഇവിടെ ഇപ്പൊ മാറാല അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊന്നും പറഞ്ഞിറങ്ങിക്കോളും. ഒന്ന് പോന്നുണ്ടോ? എല്ലാവരെയും രക്ഷിക്കാൻ നടക്കുന്ന ആള് ഇതുവരെ എനിക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരാളെ നമുക്ക് രക്ഷിക്കണമെന്ന് തോന്നണമെങ്കിലേ നമുക്ക് അവരോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാവണം, താല്പര്യം വേണം. തന്നോട് എനിക്കിത് രണ്ടുമില്ലല്ലോ. അല്ല, താൻ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? നമ്മൾ രണ്ടുപേരും നമ്മുടെ മനസ്സിൽ എഴുതിയ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് അതെടുത്തൊന്ന് മറിച്ച് നോക്കിയാൽ മതി, കേട്ടല്ലോ? ഹലോ മുത്തശ്ശി. ആ എടി, മുത്തശ്ശി പറഞ്ഞതുപോലൊക്കെ ചെയ്തോ മോളെ? അവൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടോ? മുത്തശ്ശി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഏ? വരുൺ തൊട്ടതിന് ശേഷം ആദ്യം കുങ്കുമം തൊടുന്ന ആളുടെ പുറകെയല്ലേ വരുൺ നടക്കുന്നെ? ആ അതെ. വരുൺ തൊട്ടതിന് ശേഷം ആദ്യം കുങ്കുമം തൊടുന്ന ആള് ചേച്ചിയാ. എന്താ? ഓ, എന്താ നീ പറയുന്നേ? അവൾക്കത് എന്തിനാ കൊടുത്തേ? അത് എല്ലാവരുടെ മുൻപിൽ വെച്ചാ ഞാൻ വരുണിന് കുങ്കുമം ചാർത്തിയത്. അപ്പോ കൃത്യമായിട്ട് ചേച്ചി ഇറങ്ങി വന്നു. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ പ്രസാദം വിട്ടുകൊടുക്കാൻ പറഞ്ഞാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നശിപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. എത്ര ശക്തിയുള്ള കുങ്കുമാണെന്ന് അറിയോ നിനക്ക്? നിന്നെയൊക്കെ എങ്ങനെയാടി ഒരു കാര്യം ഏൽപ്പിക്കുന്നേ? പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് ആ മന്ത്രവാദി ഒന്ന് വിളിച്ച് ചോദിക്കുവോ? ഞാൻ ചോദിക്കാം. എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ വിളിച്ചു പറയുകയും ചെയ്യാം. ആ പിന്നൊരു കാര്യം, വരുണിനെ രാധിക ഇന്ന് അടുത്തടുത്ത് ഇരുത്തുക പോലും ചെയ്യരുത്. അതെങ്കിലും നിനക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് അബദ്ധം വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായോ നിനക്ക്? ശരി മുത്തശ്ശി, ഞാൻ നോക്കിക്കോളാം. ആ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കാം. എന്താ അമ്മേ? ഇതിനേക്കാളും വലിയൊരു അബദ്ധം ഉണ്ടോ? എന്താ അമ്മേ? എന്താ അബദ്ധം? ആർക്കാ അബദ്ധം പറ്റിയത്? നിന്റെ മോളൊരുത്തി ഉണ്ടല്ലോ, കണിമംഗലത്തെ രാധിക. അവള് ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും വലിയ അബദ്ധം. അവളൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ദൈവത്തിന് നിനക്കതൊന്നും പറയല്ലേ അമ്മേ? അങ്ങനെ ചെയ്തതുകൊണ്ടാ അമ്മ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഉരുകേണ്ടി വരുന്നത്. അത് മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.